പണിസാധനങ്ങളൊന്നും കൊണ്ടുവന്നില്ലേ? മറവി കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. ഓർമ്മിപ്പിക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ, എനിക്കറിയാം എന്തൊക്കെ കൊണ്ടുപോകണമെന്ന്. ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. എന്നെ ഇന്ന് വരെ ചെയ്ത എല്ലാ തെറ്റുകൾക്കുമുള്ള ശിക്ഷ എനിക്ക് കിട്ടിയേട്ടാ. പോലീസിന്റെ ഇടി സഹിക്കാൻ വയ്യാണ്ടാവുമ്പോ ഞാൻ ഇവളെ സോറി മാഡത്തെ സേലത്തേക്ക് അയച്ചു, തഞ്ചാവൂരേക്ക് അയച്ചു എന്നൊക്കെ പറയും. അവിടെ കൊണ്ടുപോയി തിരിച്ചെത്തുന്നത് വരെ ഹടി കിട്ടൂലല്ലോ. ഭിക്ഷക്കാര്, പെൺവാണിപ്പക്കാര്, നാടോടികള്, കാണാനിനി ഒരു ലോകവും ബാക്കിയില്ല. ഇപ്പോഴെങ്കിലും എന്നെ രക്ഷപ്പെടുത്തിയതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഇനി കുറേ നേർച്ചകളുണ്ട്. പഴനി പോയി തല മൊട്ടയടിച്ച് കാവടി യന്ത്രം അവിടെ നിന്ന് തുടങ്ങാന്ന് വിചാരിക്കുക. വരട്ടെ പെങ്ങളെ. ഹരഹരോ ഹരഹര, ഹരഹരോ ഹരഹര. ഒരു കാപ്പി കൊടുത്തിട്ട് അയക്കായിരുന്നു. കുഞ്ഞുകുട്ടേട്ടനെ കണ്ടിട്ട് മനസ്സിലായില്ലല്ലോ, ഇത് എന്ത് വേഷം? ഓളേ ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ട് മോനെ. അത് എല്ലാരും മനസ്സിലാക്കണത് നല്ലതാണ്. ഒരു വഴിയാണ് 9 വഴി തുറക്കുന്ന, അത് 1ാമത്തെ വഴിയാണിത്. ഇനി 8 കിടക്കുന്നുണ്ട്. ഇനിയുണ്ടോ? 8. ഇതെന്താ വീട് വെക്കാൻ പോവാണോ? വീടും വെക്കും. അത് മുമ്പ് ഞാൻ ഒരു കാറിന് വില പറഞ്ഞിട്ടുണ്ട്. അതെന്റെ വൈഫിന്റെ നിർബന്ധ. അവൾക്ക് അവളുടെ ബ്രദറിന്റെ വീട്ടു പഠിക്കൽ സ്വന്തം കാറിൽ ചെന്ന് ഇറങ്ങണത്രേ. ഒരാഗ്രഹല്ലേ, ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഇത് കണ്ടോ, ഇത് പഴയ വീട് പൊളിച്ച് വിൽക്കുന്നവരോട് ചുളു വിലക്ക് വാങ്ങിയതാ. ഇത് ഞാനൊന്ന് ഭരണി പോലീസിട്ട് 5 ഇരട്ടിക്ക് മറിച്ച് വിൽക്കും. നിങ്ങൾ ഇവിടെ ഒരു കൊല്ല ഉളി ഉന്തി ഉണ്ടാക്കണുണ്ടല്ലോ, ഒരു ഒറ്റ ആഴ്ച കൊണ്ട് ഞാൻ ഉണ്ടാക്കും. പിന്നെ കുഞ്ഞുട്ടമ്മ സ്പീഡ് ആയാൽ കൂടി അല്ലാന്ന് വെച്ചാൽ ഊച്ചാലേക്കെങ്കിലും മനസ്സിലാക്കാം. എന്റെ പെങ്ങളുടെ കണ്ടകശനി കഴിഞ്ഞിട്ടില്ല എന്റെ പ്രേമ. അവള് ഇനിയും കുറെ കഷ്ടപ്പെടും. ആയിക്കോട്ടെ, എത്ര കഷ്ടപ്പെട്ടാലും നിങ്ങളെ തിന്നിറങ്ങാൻ വരുന്നില്ല പോരെ? അല്ല, ഇത് ഞാൻ എത്ര കേട്ടതാ. ഫുട്പാത്തിൽ ചെരുപ്പ് കച്ചവടം തുടങ്ങിയപ്പോഴും തട്ടുകട നടത്തിയപ്പോഴും നീ ഇത് തന്നെയല്ലേ പറഞ്ഞത്. ഒടുവിൽ എന്റെ പെങ്ങൾ വിലാസിനിയുടെ കെട്ടുതാലി അടക്കം വിറ്റ് കഴിഞ്ഞിട്ടാ മാമുണ്ണാൻ എന്റെ തിണ്ണ വന്ന് നിറങ്ങിയത്. ആദ്യം 2 കണ്ണഞ്ചരട്ട എടുത്ത് കയ്യിൽ കുത്തിപ്പടിക്കടാ. സമ്മതിച്ചു. സമ്മതിച്ചു പ്രേമ, നിന്നെ സമ്മതിച്ചിരിക്കുന്നു. ഈ കുട്ടിയെ കണ്ട് വീണു പോയതിൽ നിന്നെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. എന്തൊരൈശ്വര്യം! ഇതെന്താ പതിവില്ലാത്തൊരു സംഭവം? കാലത്തൊന്നും കഴിക്കേണ്ട പോകുന്നത്. ചോറും കൂട്ടാനും റെഡി ആയപ്പോ ഞാൻ എടുത്തോണ്ട് പോകും. അത് നന്നായി. മീൻ വറുത്ത എല്ലാവർക്കും വെച്ചിട്ടുണ്ട്, ചോറ് മൂപ്പർക്ക് മാത്രമേ ഉള്ളൂ. മഹാഭാഗ്യവാൻ. വർത്താനം പറഞ്ഞിരിക്കണമെന്നുണ്ട്, എന്ത് ചെയ്യും? നേരല്ലേ, ഒരു ബിസിനസ്മാൻ ആയി പോയില്ലേ. ഡ്രൈവർ, വണ്ടി എടുക്കൂ. ഞാനും കൂടെ കൂട്ടെ സുരേഷ് ഏട്ടാ. വൈകുന്നേരം മാഷിക്ക് ചായ കൊടുക്കാറാകുമ്പോഴത്തേക്കും എത്തിയാ മതി. യോ വേണ്ട വേണ്ട, ഇവിടെ പണിയെടുപ്പിച്ച് നിന്റെ സൗന്ദര്യം കളഞ്ഞു എന്ന് പറഞ്ഞു പ്രേമേട്ടന് ഇനി ഞങ്ങളെ തിന്നാൻ വരും. എന്താ ഇനി വരാൻ ചെല്ലുകുട്ടി വരണ്ടേ? ഇനി വരാൻ. ഇതൊരു പുതിയ തരം ലവ് ട്രാക്ക് കേട്ടോ. അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കുക, എന്നെ ഇങ്ങനെ അപമാനിക്കുന്നതുകൊണ്ട് നിനക്ക് എന്ത് സന്തോഷമാണ് കിട്ടുന്നത്? ചോറുകൊണ്ടൊന്നും ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഞാൻ തിരിച്ചു കൊണ്ടേക്കാം. ചോറിന്റെ കാര്യമല്ല, നോക്ക്, സത്യം നമുക്ക് 2 പേർക്കെങ്കിലും അറിയാമല്ലോ എന്തൊക്കെയാ നടന്നത്, എങ്ങനെ എവിടം വരെ എത്തിയെന്ന്. മറ്റുള്ളവരുടെ കാര്യം പോട്ട്, എല്ലാം അറിയാവുന്ന നീ എന്തിനാ എന്നെ ശിക്ഷിക്കുന്നത്? ഞാൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്ത്? ഇത് കുട്ടിക്കളിയല്ല, ജീവിതമാണ്. അപ്പൊ എന്നെ ശരിക്കും കല്യാണം കഴിച്ചെന്താ? എങ്ങനെ? അപ്പോഴേ എന്നെ ശരിക്കും കല്യാണം കഴിച്ച എന്താ? കോടതി പറഞ്ഞ പോലൊന്നും അല്ല, ശരിക്കും ഇഷ്ടമായിട്ട് തന്നെയാ. നീ വിചാരിക്കുന്ന പോലൊന്നും അല്ല ഞാൻ.
എന്നെ പറ്റി നിനക്കൊന്നും അറിയില്ല. ഇപ്പൊ കൊറേ നാളായില്ലേ കാണാൻ തുടങ്ങിയിട്ട്. എനിക്കിപ്പോ ഇത്രയൊക്കെ അറിഞ്ഞാ മതി. എന്തായാലും എല്ലാരും ഇപ്പൊ ഇങ്ങനെ തന്നെയാ കാണുന്നത്. ഇനി കല്യാണം കഴിച്ചില്ലെങ്കിലാ ആളുകൾ അതും ഇതൊക്കെ പറയാ. കുട്ടി, കല്യാണം, കുടുംബം ഇതൊന്നും എന്റെ മനസ്സിലില്ല. ഈ ജീവിതം എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു തീർക്കണം, അത്രേ ഉള്ളൂ. ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, നിനക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറത്ത്. അതൊക്കെ മറന്നിട്ട് ചിരിക്കുന്ന കളിക്കുന്നൊക്കെ. നിനക്കറിയോ, ജയിലിൽ കിടന്നിട്ടുണ്ട് ഞാൻ കുറെ കൊല്ലം, അതും കൊലക്കുറ്റത്തിന്. അവിടുന്ന് പഠിച്ചത് ഈ മരപ്പണി, അവിടുത്തെ പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചറിഞ്ഞ ഈ വാസ്തുവിദ്യയും ചരിത്രമൊക്കെ. അല്ലാതെ ഇതെന്റെ കുലത്തൊഴിലൊന്നുമല്ല. അല്പം മനസാക്ഷി ഉണ്ടായിപ്പോയി. മറ്റുള്ളവർ വേദനിക്കുന്ന കാണാൻ പറ്റാത്തൊരു മനസ്സ്. എത്ര തിരിച്ചടി കിട്ടിയാലും പഠിക്കില്ല, അതൊരു ശാപമാണ്. അതിന്റെ ഈ അനുഭവിക്കുന്നതൊക്കെ. ശരി, വിവരമില്ലാതെ ഞാൻ അങ്ങനെ പറഞ്ഞു പോയി. അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ എത്രയോ കാരണങ്ങളുണ്ട് പറയാന്. ജയിലിൽ പോയിട്ടുണ്ട് അത്ര കൊലക്കുറ്റത്തിന്. കേൾക്കുന്നവര് വിശ്വസിക്കുമോ എന്നെങ്കിലും ഓർക്കണ്ടേ? വിശ്വസിക്കണം. അവൻ പറഞ്ഞത് സത്യമാണ്. നീ പറഞ്ഞത് നേരാ. ഒരാളെയും ഉപദ്രവിക്കാൻ അവന് പറ്റില്ല. പക്ഷെ പെട്ടുപോയി. കാരണക്കാരൻ ഞാനും. എനിക്ക് ഇവൻ മാത്രമല്ല, വേറെയും 2 മക്കളുണ്ട്, രാജിയും രാമേന്ദ്രനും. ഏറ്റവും ഇളയതാ പ്രേമൻ. അമ്മയില്ലാതെ വളരേണ്ടി വന്ന കുട്ടികൾ. പഠിപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ രാമേന്ദ്രന് ബാങ്കിൽ ജോലി കിട്ടി. രാജി എന്ന് മെഡിസിന് പഠിക്കുക, പ്രേമൻ ഡിഗ്രിക്കും. കോളേജിൽ പോകുമ്പോൾ എന്നും ഒരുത്തം വന്ന് രാജിയെ ശല്യം ചെയ്യും. ഒരു അബ്കാരി കോൺട്രാക്ടറുടെ മകൻ. ഞാനതൊന്നും അറിയാറില്ല. പ്രേമനോടാണ് പരാതി മുഴുവൻ. 2-3 തവണ അയാളെ കണ്ട് പറഞ്ഞു നോക്കി. അതോടെ ഉപദ്രവം കൂടി. ഒടുവിൽ അവളിന് കോളേജിൽ പോകുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ ദിവസം ഞങ്ങളുടെ അയൽപക്കത്തൊരു പയ്യനുണ്ട്, ശിവൻ. അവനെയും കൂട്ടി പ്രേമൻ ചേച്ചിയുടെ പിന്നാലെ ഇറങ്ങി. മഴക്കാലമാണ്. വലിയൊരു ഇടവഴി കടന്നു വേണം മെയിൻ റോഡിലെത്താൻ. ഒരു നിമിഷത്തെ ബുദ്ധിശൂന്യത. ശിവന്റെ കൈകൊണ്ട് അയാൾ മരിച്ചു. കടം കയറി ആത്മഹത്യ ചെയ്തൊരു പാവം മനുഷ്യന്റെ മകനായിരുന്നു ശിവൻ. 2 പെങ്ങന്മാരും അമ്മയും. ആ കുടുംബത്തിന്റെ ഏക ആശ്രയം. അവന് ഗൾഫിൽ പോകാൻ വിസ വന്ന സമയമായിരുന്നു. കേസിൽ പ്രതിയായാൽ പോക്ക് മുടങ്ങും. കുടുംബം ഒന്നിച്ച് മരിച്ചു കളയുമെന്ന് പറഞ്ഞ അവന്റെ അമ്മ എന്റെ മുന്നിൽ വന്ന് കരഞ്ഞു. ഞാനാ പറഞ്ഞത് പ്രേമനോട് കുറ്റമേക്കാൻ. പ്രായം, അറിയാതെ പറ്റിയ കയ്യബദ്ധം. വലിയ ശിക്ഷയൊന്നും ഉണ്ടാകില്ലെന്ന് വക്കീലും പറഞ്ഞു. പക്ഷെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റി. കുറ്റം ചെയ്യാത്ത എന്റെ കുട്ടിക്ക് ജീവപര്യന്തം ശിക്ഷ. അന്ന് തളർന്നു വീണതാണ് ഞാൻ. ഒരുപാട് നാളത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് ശരീരം ഇന്നീ കാണുന്നത് പോലെയെങ്കിലും ആയത്. ശിക്ഷ കഴിഞ്ഞ് എൻ്റെ മോൻ തിരിച്ചു വന്നപ്പോ അവനെ ആർക്കും വേണ്ട. ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞില്ല, പക്ഷെ അതായിരുന്നു അവരുടെയൊക്കെ മനസ്സിൽ. പ്രേമൻ അവിടുന്ന് ഇറങ്ങി, ഒപ്പം ഞാനും. എൻ്റെ മക്കളിൽ ഏറ്റവും മിടുക്കനായിരുന്നു അവൻ. എല്ലാവരെക്കാളും ഉയരത്തിലെത്തേണ്ടവൻ. അതോർക്കുമ്പോ ഇന്നും എൻ്റെ മനസ്സ് നീറും. തിരുപ്പൂരിലെ ആ കൂട്ടുകാരനെ ഇന്നൊന്ന് വിളിക്കുവോ? അവിടെ എന്നെ ജോലിക്ക് ചേർക്കുമെങ്കിൽ ഞാൻ പോയിക്കോളാം. മാഷ് പറഞ്ഞുണ്ടായ കാര്യങ്ങളൊക്കെ അപ്പോഴാണ് എനിക്ക് ശരിക്കും വിശ്വാസമായത്. ഇത്രയും വിഷമങ്ങൾ ഉള്ളിക്കൊണ്ട് നടക്കുന്ന ആളാണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. ഞാൻ കുറേ ശല്യപ്പെടുത്തിയിട്ടുണ്ട്, സഹിക്കാവുന്നതിലും കൂടുതൽ.
അറിവില്ലാത്തോണ്ടാണെന്ന് കരുതി അതൊക്കെ മറക്കണം. സ്നേഹം, സ്വാതന്ത്ര്യം, ഇതൊന്നും ഞാൻ മുമ്പ് അറിഞ്ഞിട്ടില്ല. ഇവിടെ വന്ന് നിങ്ങളോടൊപ്പം ജീവിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ആരൊക്കെയോ ഉള്ളതായിട്ട് തോന്നി. അതിൽ കുറച്ച് അഹങ്കരിക്കുകയും ചെയ്തു. ദൈവത്തിന് നിരക്കാത്തതാ. അതൊന്നും ഞാൻ ഓർത്തില്ല. ചെറുപ്പത്തില് ഭക്ഷണം തരുമെന്ന് കൊതിപ്പിച്ച് എന്നെ ആ വീട്ടിലാക്കിയിട്ട് പോയതാ എൻ്റെ അമ്മ. പിന്നീട് ഇന്ന് വരെ ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയാൻ പോലും വന്നിട്ടില്ല. അമ്മയേക്കാ സ്നേഹം നിങ്ങളൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. ഓർക്കാൻ അതെങ്കിലും ഉണ്ടല്ലോ. സത്യമായിട്ട് ഇനി ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. എപ്പോഴാ പോണ്ടെന്ന് പറഞ്ഞാൽ മതി. നിക്കേ, എനിക്ക് ദേഷ്യം ഉണ്ടായിട്ടൊന്നുമല്ല. ആരെയും പേടിക്കാതെ ജീവിക്കാൻ പറ്റുന്നൊരു സ്ഥലത്ത് എന്നെ ആക്കണമെന്നേ ഞാൻ വിചാരിച്ചുള്ളൂ. ഇനിയിപ്പോ അവിടെ പോയാലും പരിചയമില്ലാത്ത സ്ഥലം, പുതിയ ആളുകൾ. നോക്കട്ടെ, ഇവിടെ തന്നെ എന്തെങ്കിലും ശരിയാക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇവരൊക്കെ ഇവിടെ തയ്യൽ പഠിക്കുന്നവരാ. പക്ഷെ പഠിച്ചു കഴിയുന്നവരെ മാത്രമേ സിസ്റ്റർ റോസലിന്റെ സഹായം വേണ്ടൂ. അത് കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് ലോണും എടുത്ത് സ്വന്തം മെഷീനും വാങ്ങി അങ്ങ് പോകും. അതുകൊണ്ടാണ് നിർബന്ധമായും ഫീസ് വാങ്ങണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത് തന്നെ. ഞാൻ ഫീസ് തന്നോളാം. തരണം. ഈ ഇവിടുത്തെ ഈ പള്ളിയുടെയൊക്കെ മരപ്പണി ചെയ്യുന്ന ഞങ്ങളാ. ആ, അതൊക്കെ ശരി. ബട്ട് ഐ ആം വെരി സ്ട്രിക്റ്റ്. നിങ്ങളല്ലാതെ മറ്റൊരു പുരുഷൻ ഈ കുട്ടിയെ കാണാൻ വരരുത്. ഇല്ല, വരില്ല, ഒരിക്കലും ഇല്ല. ദാറ്റ് ഈസ് ഷുവർ. ഈ പ്രായത്തിലുള്ള കുട്ടികളെ വിശ്വസിക്കാൻ പറ്റാത്ത കാലമാ. അതുകൊണ്ട് മിസ്റ്റർ പ്രേമചന്ദ്രൻ, ഈ കുട്ടി ഇവിടെ നിൽക്കുന്നിടത്തോളം പൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങളുടേതാണെന്ന് എഴുതി തരണം. തന്നേക്കാം. മേരിക്കുട്ടി, ആ രജിസ്റ്റർ എടുക്കൂ. ശരി സിസ്റ്റർ. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എഴുതണം, കോൺടാക്ട് നമ്പർ അടക്കം. ആ ശരി. എലിസബത്ത് പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ? ഇല്ല സിസ്റ്റർ. അപ്പൊ ഈ കുട്ടി നിങ്ങളുടെ കൂടെ താമസിച്ചോട്ടെ. ശരി സിസ്റ്റർ. ആ, ഹാളിലേക്ക് ചെന്നോളൂ. ഒരു മിനിറ്റ്, ഒരു കാര്യം. ഉം. വാ. ഈ ഗൗരവം കണ്ട് പേടിക്കണ്ട, സാധുവാ. മണിയടിച്ച് തന്നാ മതി. ഞാൻ തന്ന മൊബൈൽ നമ്പർ കയ്യിലുണ്ടല്ലോ, മണികണ്ഠൻ ചേട്ടൻ്റെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. എന്നാ ശരി. പിന്നെ ഞാനൊന്ന് പറഞ്ഞില്ലേ കല്യാണം കഴിക്കാൻ ഇഷ്ടമാന്നൊക്കെ. ഏയ്, അതൊന്നും സാരമില്ല. അറിവില്ലാതെ പറഞ്ഞല്ലേ. ഞാനതൊക്കെ അപ്പോഴേ മറന്നു. അങ്ങനെ മറക്കണ്ടെന്ന് പറയായിരുന്നു. എനിക്കിപ്പോഴും ഇഷ്ടം തന്നെയാ. സാർ പോവാം. പോവാം.